ഹായ് ഗൈസ്, ഞാനൊന്ന് വന്ന് നമ്മളെ വായ 2ന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വിപിൻ ദാസ് റൈറ്റ് ചെയ്ത് സവിൻസ ഡയറക്റ്റ് ചെയ്ത പടം. വിപിൻ ദാസ് മുന്നേ ഉള്ള വായ റൈറ്റ് ചെയ്ത ആൾ തന്നെയാണ്. പിന്നെ സവിൻസ പുതിയ ഡയറക്ടറാണ്. അതായത് വായ 1 ചെയ്ത ആളല്ല, പുതിയ ആളാണ് ഇത് ചെയ്തത്. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇമോഷണൽ ആണെങ്കിലും കോമഡി ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹാഷിർ ആൻഡ് പിള്ളേർ, ഹാഷിർ, വിനായക്, അജിന്, അലന്, ഒരു റീൽസ് ചെയ്ത പിള്ളേർ വന്നിട്ട് 100 കോടി 200 കോടിയിലേക്ക് പോകുന്നതാണ്. ഇതിലും കൂടുതൽ മോട്ടിവേഷൻ എന്താ ഉള്ളത് പടത്തിന്? അടിപൊളി. മലയാള സിനിമയിലേക്ക് വന്ന് ഫസ്റ്റ് പടം തന്നെ 100 കോടി 200 കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും എത്തട്ടെ, 100 കോടി 200 കോടി 300 കോടിയൊക്കെ എത്തട്ടെ. അടിപൊളി മൂവിയാണ്. ഇമോഷണലി നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്, അതായത് നമുക്ക് കോമൺ മാൻ, അതായത് കോമൺ ആയിട്ടുള്ള ഏകദേശം എല്ലാ ആൾക്കാർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മളാണ് ആ സ്ക്രീനിൽ ഉള്ളതെന്ന് തോന്നും. പ്രത്യേകിച്ച് നമുക്ക് ഇവരൊക്കെ കണ്ട് ശീലമുള്ളതുകൊണ്ട് ഇവര് നമ്മളൊരു ചങ്ങായി അല്ലെങ്കിൽ ഫ്രണ്ട് ആണ് ഇത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മളാണ് ആ സ്ക്രീനിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് തോന്നും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഒരുപാട് സമകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ട് എടുത്തേക്കെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് അല്ല, നമ്മൾ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരോട് ജസ്റ്റ് പറയുന്നതാണുള്ളൂ. അതായത് സുന്നത്ത് കല്യാണമൊക്കെ കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ട് കോമഡിക്ക് എടുത്ത് വെച്ചാണ്, നോർമലാണ്, അത് പടത്തിൽ അങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്ത ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ പടത്തിൽ കാണുന്ന പോലെയല്ല, ഒസാൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊന്നും ഇല്ല. ഒസാൻ എന്ന് പണ്ടുണ്ടാവുമായിരിക്കും, അത് അറിയാലോ. ഞങ്ങളെല്ലാം നോർമലി ഈ ഡോക്ടറെ അടുത്താണ് ഫോർ സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി. ആൾക്കാർ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ശരിക്കും ഉള്ളതാണ്, ഭയങ്കര സംഭവമാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഈ സയന്റിഫിക് ആയിട്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ നമ്മളെ പിള്ളേർ പൊളിച്ചടക്കി. പിന്നെ പടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ നമ്മൾ ബിജുക്കുട്ടൻ, നമ്മൾ ഒരുപാട് കോമഡി മൂവീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടാലും കോമഡി മൂവീസാണ് മൂപ്പരത്. അപ്പൊ മൂപ്പര ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ക്യാരക്ടർ റോള് ആദ്യമായിട്ടാണ് കാണുന്നത്. മൂപ്പര് വേറെ ചെയ്തിക്കോന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൂപ്പര് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് റോളാണ് ഇതിലുള്ളത്. കാരണം കുറെ കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരാള് ഇങ്ങനെ കോമഡി മാത്രം ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. പക്ഷെ ഈ പടം കണ്ട അതിന്റെ സങ്കടം അങ്ങ് മാറും. അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തു വെച്ചേക്ക്. മൂപ്പര് ഒരു പടം തന്നെ പറയാം. അതായത് ആദ്യം അലനും ആ ഒരു ഫാമിലിയാണ് മെയിനായിട്ട് സ്കോർ ചെയ്ത് പോയത്. സെക്കൻഡ് ഹാഫിൽ വിനായകും ബിജുക്കുട്ടൻ